കേൾക്കാമോ? നേരത്തെ ജോർജിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അദ്ദേഹം അവകാശപ്പെടുന്നത് കേരളത്തിലെ സഭാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹാശിസുകളോടെയാണ് ഞാൻ BJP-യിൽ ചേർന്നത് എന്നാണ്. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും സമീപകാലത്ത് വരുന്ന ചില സാമൂഹ്യ മാറ്റങ്ങളുണ്ട്. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ രൂപം കൊള്ളുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. കാസ പോലെയുള്ള സംഘടനകളുടെ സാന്നിധ്യമുണ്ട്. ക്രിസംഗി എന്ന ടേം തന്നെ വളരെയധികം ഇക്കാലത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സാമൂഹിക മാറ്റമോ അതല്ലെങ്കിൽ ഒരു പുതിയ ഗ്രൂപ്പിങ്ങോ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ PC ജോർജിനെ പോലെ ഒരു നേതാവ് അപ്പുറത്തേക്ക് പോവുക എന്നുള്ളതിന് അധികമായ രാഷ്ട്രീയ പ്രാധാന്യമില്ലേ? ഇല്ല, അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമില്ല. കാരണം ഈ കേരള രാഷ്ട്രീയത്തിൽ യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്തൊരു നേതാവാണ് PC ജോർജ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, നേരത്തെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞു. അദ്ദേഹം പൂഞ്ഞാറിലെ നിതീഷ് കുമാറാണ്. പൂഞ്ഞാറിലെ നിതീഷ് കുമാറിനെ പോലെ എവിടെയൊക്കെ ചാടാവോ അവിടെ എല്ലാം ചാടി, അവിടെ എല്ലാം പോയി ഇതേ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്ത അവകാശവാദങ്ങൾ നിരത്തി അതിനെ ആൾക്കാർ ഖണ്ഡിച്ച് ഒരു കോമാളിത്തത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടൊക്കെ നിന്നിരുന്ന ഒരാളാണ്. കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ ഇസ്ലാമോഫോബിയ കത്തിച്ചുകൊണ്ട്, വർഗീയ വിദ്വേഷം പലർത്തിക്കൊണ്ട് BJP-ക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടന്നു. BJP-യെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ആവശ്യമില്ല, ഒരു തരത്തിലുള്ള ആശയപരമായതിന്റെ ആവശ്യമില്ല. മുസ്ലിങ്ങളെ 10 തെറി വിളിക്കാമെങ്കിൽ അഭിലാഷ് നേരത്തെ അല്പം തമാശയോടുകൂടി ചോദിച്ചു, ദയവ് ചെയ്ത് അവരുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ നിങ്ങൾ ഇത്തരത്തിൽ അപമാനിക്കരുത്. ഒന്നുമില്ലെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അവരുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ അപമാനിക്കരുത്. ആരെങ്കിലുമൊക്കെ 10 ചീത്ത മുസ്ലിങ്ങളെ പറഞ്ഞാൽ അവരെയൊക്കെ വൈസ് പ്രസിഡന്റ് ആക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിനപ്പുറം BJP-ക്ക് സംബന്ധിച്ചോളം യാതൊരു കുഴപ്പം. ഞാൻ പറയുന്നത് PC ജോർജ് അങ്ങോട്ട് പോയത് കുറെ കൂടി നല്ലതാണ്. കാരണം കേരളത്തിന് മതേതര സ്വഭാവത്തിന് ഈ കങ്കാണിപ്പണി ചെയ്യുന്ന ഒരാൾ ആ പാർട്ടിക്ക് പുറത്തു നിന്ന് എടുക്കുന്ന പണിയേക്കാൾ BJP എന്ന ലേബലിലോട് വരുന്നതോടെ ജനം എഴുതിത്തള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുറത്തു നിന്ന് കഴിയുമ്പോഴാണ് ഇത് അവിടെയും ഇവിടെയും പറഞ്ഞ് വിശ്വാസമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ഉത്തരവാദിത്വമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ കുറെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുക. ഇദ്ദേഹം BJP ആയി കഴിയുന്നതോടെ ഇദ്ദേഹം ഏതാണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള പൂർത്തിയായല്ലോ, ആൾക്കാർക്ക് പിന്നെ മറ്റൊരു സംശയമില്ല. മറ്റൊന്ന്, ജനപക്ഷം സെക്യുലർ എന്നൊരു വാക്ക് വെച്ചുകൊണ്ട് വർഗീയത മാത്രം പറയുന്ന ഒരു വർഗീയ ഭ്രാന്തൻ നിൽക്കുകയാണ്. ജനപക്ഷം സെക്യുലർ എന്നാണ് പേര്. ആ പാർട്ടി ഇല്ലാതായോ എന്നുള്ളതും കൂടി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു ഇരട്ടത്താപ്പിന്റെ മുഖം നശിക്കുന്നു എന്നുള്ള നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റേത്, BJP രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്നവരെല്ലാവരും അവരെ സംബന്ധിച്ചോളം പൊതുജനത്തിന് കൃത്യമായ വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൽ PC ജോർജ് കൂടി വിലയിരുത്തപ്പെടുമ്പോൾ യാതൊന്നും സംശയമില്ല. പിന്നെ അഭിലാഷ് പറഞ്ഞ കാര്യം, ചില രീതിയിൽ ക്രിസ്ത്യൻ സഭകളെ സ്വാധീനിക്കാനും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് BJP കയറിക്കൂടാൻ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അതിൽ ചില മത തീവ്രവാദികളെ പോലെ ചിന്തിക്കുന്ന, വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ചില സംഘടനകൾ, ഞാൻ ആ സംഘടനയുടെ പേര് പോലും പറഞ്ഞ് ലെജിറ്റിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ സംഘടനകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴേക്ക് ആ സമൂഹത്തിന് ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുള്ള ഈ BJP-യുടെ രാഷ്ട്രീയത്തിൽ നേരിട്ടിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. അഭിലാഷ് പറഞ്ഞല്ലോ, ഞാൻ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായിട്ട് മണിപ്പൂരിലൂടെ സഞ്ചരിച്ചു വന്ന ആളാണ് ഈ യാത്ര. മണിപ്പൂരിൽ മെയ്തി വിഭാഗത്തിന്റെ പ്രദേശങ്ങളിലും കുക്കി വിഭാഗത്തിന്റെ പ്രദേശങ്ങളിലും 2 സ്ഥലത്തും ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ ഇറങ്ങി വന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് ഈ BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ്, ഞങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷങ്ങൾ, അവിടെ ക്രിസ്തീയ സഭ നേരിടുന്ന കാര്യം 24 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഗുരുതരമായ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് പലവട്ടം ചർച്ച ചെയ്തതുമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.